ഇതൊരു ബാലയ്യ സിനിമ തന്നെയാണോ? ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ബാലയ്യയുടെ ഏറ്റവും പുതിയ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ദാക്കു മഹാരാജ എന്ന ചിത്രമായിരുന്നു. ചിത്രം ഈയിടെയായിരുന്നു OTT വഴി റിലീസിനെത്തിയിട്ടുള്ളത്. ഒരു വീരസിംഹ റെഡ്ഡി പോലുള്ള ചിത്രം പ്രതീക്ഷിച്ചാണ് ഈ ഒരു ചിത്രം കാണാൻ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചിത്രം തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വീരസിംഹ റെഡ്ഡി പോലുള്ള ഒരു ചിത്രമൊന്നുമല്ല. ഈ ഒരു ചിത്രത്തിന്റെ ടെംപ്ലേറ്റ് തന്നെ വേറെയാണെന്ന്. ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറിയിലായാലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലെ ബാലയ്യയുടെ ലുക്കായാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും കിടിലമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ഡയറക്ടർ ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ചിത്രത്തിന്റെ ഒരു ഫൈറ്റ് രംഗമൊക്കെ, ഒരു ഫോറസ്റ്റിലെ ഫൈറ്റ് രംഗമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കിടിലമായിട്ട് തന്നെയാണ് ചിത്രത്തിന്റെ ടീം ഒരുക്കി വെച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു സീക്വൻസ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ ഒരു ഫാമിലി. ഈ ചിത്രത്തിൽ ബാലയ്യയുടെ ഒക്കെ ഒരു ഫാമിലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നൊരു സീനുണ്ട്. ആ ഒരു സീൻ നമ്മൾ വിചാരിക്കും യൂഷ്വലി ബാലയ്യ സിനിമകളിലൊക്കെ എന്താ കാണുന്നത്, കുറേ ആൾക്കാരെല്ലാം കൊല്ലാൻ വരും, അപ്പോഴത്തേക്കും തന്നെ ബാലയ്യ വന്ന് എല്ലാവരും രക്ഷിക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു ചിത്രം അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും ഈ ഒരു ചിത്രത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെല്ലാം ഒന്ന് ഡൗൺ ആയി കഴിയുമ്പോഴാണ് ബാലയ്യ വരുന്നതും ബാക്കിയുള്ളവരെ അടിച്ചിടുകയൊക്കെ ചെയ്യുന്നത്. മിക്കവർക്കും ബാലയ്യ സിനിമകളിൽ കണക്ട് ആകാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഇമോഷൻ സീൻസ് ഒക്കെ. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ ഇമോഷണൽ സീൻസ് ഒക്കെ അത്യാവശ്യം കണക്ട് ആയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ ബാലയ്യയുടെ ക്യാരക്ടർ അദ്ദേഹം ഒരു കൺട്രോൾ ആയിട്ട് അല്ലെങ്കിൽ ഓവർ ആക്കാതെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അത്യാവശ്യം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലം മാസ് എന്റർടൈനർ ചിത്രം തന്നെയാണ് ദാക്കു മഹാരാജ എന്ന ചിത്രം. പണ്ട് കണ്ടിരിക്കുന്ന ബാലയ്യ ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ചിത്രം വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ വില്ലനായിട്ടുള്ള ബോബി ഡിയോൾ. ബോബി ഡിയോൾ ഈ ഒരു ചിത്രത്തിൽ വില്ലനായി അത്ര സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ബാലയ്യയ്ക്ക് അതിനനുസരിച്ച് സ്കോർ ചെയ്യാൻ പോകുന്നതും. കൂടാതെ തന്നെ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും ഈ ഒരു ചിത്രത്തിൽ അടുത്ത് എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ബോബി ഡിയോളിനെ പോലുള്ള വില്ലൻ അല്ലെങ്കിൽ ബോബി ഡിയോളിൻ്റെ ഒപ്പം വരുന്ന ബാക്കിയുള്ള വില്ലന്മാരോടൊക്കെ കൂടി എങ്ങനെ കിടപിടിച്ച് ബാലയ്യ ഈ ചിത്രത്തിൽ നിൽക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള സീൻസൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അത് ഈ ഒരു ചിത്രത്തിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു മികച്ച ചിത്രം തന്നെയാണ് ബാലയ്യയുടെ കരിയറിലെ തന്നെ നല്ലൊരു മികച്ച ചിത്രം തന്നെയാണ് ദാക്കു മഹാരാജ എന്ന ചിത്രം. തിയേറ്ററിൽ റിലീസിന് എത്തിയപ്പോഴും 100 കോടിക്ക് മുകളിലേക്ക് ഗ്രോത്ത് കളക്ഷൻ നേടി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുള്ള ഒരു ചിത്രവും കൂടെ തന്നെയായിരുന്നു. ബാലയ്യയുടെ നേരത്തെ കണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദാക്കു മഹാരാജ എന്ന ചിത്രമാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പല സീൻസും ചിത്രത്തിന്റെ ഡയറക്ടർ ഒരു കൺവിൻസിംഗ് ആയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചില ബാലയ്യ സിനിമകളിലൊക്കെ ചില സീൻസ് നമുക്ക് കൺവിൻസ് ആകാതെ പോവുകയും സ്റ്റോറിയുടെ കാര്യത്തിലൊക്കെ കൺവിൻസ് ആകാതെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അതിൻ്റെതായ ജസ്റ്റിഫിക്കേഷൻ ഒക്കെ തന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ ടീം ഈ ഒരു ചിത്രം ഒരുക്കി വെച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ വില്ലന്മാരുടെ വില്ലനിസം ഒക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. വില്ലന്മാർ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ബാലയ്യക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും നമുക്ക് കാണാനൊക്കെ ആയാലും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയത് തന്നെ. കൂടാതെ തന്നെ നേരത്തെയുള്ള ബാലയ്യ ചിത്രങ്ങളെയൊക്കെ കണ്ടുവരുന്ന ഒരു സീൻ തന്നെയായിരുന്നു ബാലയ്യ എത്ര വീക്ക് ആയാലും വീണ്ടും എല്ലാവരെയും അടിച്ചൊക്കെ ഇടുന്ന ഒരു സീനൊക്കെ. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ പുള്ളി വീക്ക് ആയാലും ഗൺഷോട്ടൊക്കെ വെച്ച് അവരെ എതിർക്കാനാണ് ബാലയ്യ ഈ ഒരു ചിത്രത്തിൽ ക്ലൈമാക്സ് രംഗത്തിലൊക്കെ ആയാലും നോക്കുന്നത്. കൂടാതെ ക്ലൈമാക്സ് രംഗത്തിൽ വരുന്ന ഓരോ ഷോട്ടുകളൊക്കെ ആയാലും കിടിലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഓവർ മാസ് കാണിക്കുകയൊന്നും ഈ ഒരു ചിത്രത്തിൽ ചെയ്തതായി തോന്നിട്ടില്ല. യൂഷ്വലി ഒരു മാസ് ചിത്രത്തിന് വേണ്ട എലമെന്റ്സ് ഒക്കെ എന്താണോ അതൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിലും വന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മലയാളത്തിലുള്ള ഷൈംഡോൺ ചാക്കോയൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഷൈംഡോൺ ചാക്കോയൊക്കെ ഈ ഒരു ചിത്രത്തിൽ കിടിലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ബാലയ്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഒരു മികച്ച ചിത്രം തന്നെ എടുത്തു വെക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ദാക്കു മഹാരാജ എന്ന ചിത്രം. OTTയിൽ ഇറങ്ങിയതിന് ശേഷവും ചിത്രത്തിന് മികച്ച റെസ്പോൺസ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലും ബാലയ്യയ്ക്ക് നല്ല രീതിയിലുള്ള ഫാൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം നിങ്ങളും ഇപ്പോൾ OTTയിൽ കണ്ടു കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.